കോർണക്കി ഫുട്ബോളിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് രസകരമായ ട്രാൻസ്ഫർ കഥകളാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ പുതിയൊരു സാഗ വന്നിട്ടുണ്ട്, ട്രാൻസ്ഫേഴ്സ് ഗോൾ കീപ്പേഴ്സ് സാഗ. അപ്പോൾ അതിലേക്ക് വരാൻ മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു വാക്ക് യുണൈറ്റഡിന്റെ ആരാധകർക്ക് വളരെയധികം വിഷമമായ ഒരു സന്ദർഭമായി മാറി എന്ന് എനിക്ക് മനസ്സിലായി. അവർ എൻ്റെ കമന്റിലൂടെ അറിയിച്ചു. പക്ഷെ ഞാൻ ഒരിക്കലും യുണൈറ്റഡിനെ തരം താഴ്ച സംസാരിക്കുക, അവരെ റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുക ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ കഥകളാണ്. ആ ഒരു സിറ്റുവേഷൻ മാത്രം കോട്ട് ചെയ്തുകൊണ്ട് ഒരു രസകരമായ ഒരു ക്യാരക്ടറിലൂടെ പറയാൻ ഉദ്ദേശിച്ചു. അല്ലാതെ ഞാൻ ഒരിക്കലും യുണൈറ്റഡിനെ എന്ന ക്ലബിനെ തരം താഴ്ത്തി പറഞ്ഞതല്ല. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പ്ലേയേഴ്സിനെയാണ്, ഒന്ന് ബ്രയാൻ എംബൂമോനെയും മറ്റൊന്ന് മാത്യൂസ് കൂന. കഴിഞ്ഞ പ്രീമിയർ ലീഗിലെ ടോപ്പ് റേറ്റഡ് പ്ലേയേഴ്സിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾറെഡി സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുവഴി നല്ലൊരു എമൗണ്ട് ആണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അവർ ഉദ്ദേശിച്ചതിനെക്കാട്ടി അധികം പൈസയാണ് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു നല്ലൊരു കളിക്കാരന് വേണ്ടി പോകുന്നു എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫണ്ട് റൈസ് ചെയ്യേണ്ടതുണ്ട്. അവർ 4 പ്ലേയേഴ്സിനെ ഓൾറെഡി വിൽക്കുവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആന്റണി, മലാസിയ, അതുപോലെ തന്നെ ഗർനാച്ചോ, സാൻജോ. ഈ 4 പ്ലേയേഴ്സിനെ വിറ്റ് കിട്ടുന്ന എമൗണ്ടിലായിരിക്കണം ഇനിയിപ്പോൾ അടുത്ത ട്രാൻസ്ഫറിന് വേണ്ടി യഥാർത്ഥത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കടക്കേണ്ടത്. കാരണം ഫിനാൻഷ്യലായിട്ട് സ്ട്രഗിളിലാണ്. ആ ഒരു സിറ്റുവേഷൻ മാത്രമേ ഞാൻ കോട്ട് ചെയ്തുകൊണ്ട് രസകരമായി പറയാൻ ഉദ്ദേശിച്ചത്. കാരണം ഫിനാൻഷ്യലായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടീം ഒരു നല്ലൊരു ടോപ്പ് റേറ്റഡ് സ്ട്രൈക്കറിന് വേണ്ടി എൻട്രി ചെയ്തു. ആ ഒരു എൻട്രി ചെയ്ത ആ സിറ്റുവേഷൻ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ പൂഞ്ഞിക്കര എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ നമുക്ക് അറിയാനുള്ള കാര്യമാണ്. കാരണം പുറമേ ആള് നല്ല ഇതായിട്ട് ഇത് ചെയ്യുന്നതിൽ അകത്തൊരു കുഞ്ഞു മനസ്സാണ്. അതുപോലെ തന്നെ പുറമേ എന്താ പറയുക, ഒരു നല്ലൊരു സ്ട്രൈക്കറിന് വേണ്ടി പോകുന്നു, പക്ഷെ അകമേ ഫിനാൻഷ്യലായിട്ട് നല്ല വൃത്തിയായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ന്യൂകാസൽ യുണൈറ്റഡും പേടിക്കുന്നുണ്ട്. കാരണം എക്കിറ്റിക്കേനെ തൂക്കിയ കണക്ക്, ലിവർപൂൾ തൂക്കിയ കണക്ക് ഇപ്പം യുണൈറ്റഡ് വന്ന് സെസ്കോനെ തൂക്കുമോ എന്ന് വരെ പേടിക്കുന്നുണ്ട്. ന്യൂകാസൽ യുണൈറ്റഡ് യഥാർത്ഥത്തിൽ പേടിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു സെസ്കയുടെ ഒരു ആൾട്ടർനേറ്റീവായിട്ട് നിക്കോളസ് ജാക്സന്റെ പേരും കൂടെ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി എങ്ങാനും യുണൈറ്റഡ് സെസ്കോനെ സൈൻ ചെയ്താലോ എന്നൊരു കാര്യം. അല്ല, ഞാൻ ഒരിക്കലും യുണൈറ്റഡ് എന്ന് പറഞ്ഞ ടീമിനെ ഞാൻ തരം താഴ്ത്തി അപഹാസ്യമായി ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ടീമായ ലിവർപൂളിനെ കുറിച്ച് വേണമെങ്കിലും ഞാൻ ഒരു ചെറിയൊരു ലിവർപൂളിനെ ക്ലബിനെ അല്ല, ആ ഒരു ട്രാൻസ്ഫർ സിറ്റുവേഷനെ വേണമെങ്കിലും ഞാൻ ചെറിയൊരു ക്യാരക്ടർ, ഒരു രസകരമായ ഒരു ക്യാരക്ടറുടെ പറയാൻ ഉദ്ദേശിച്ചാൽ മണവാളൻ എന്ന് പറയുന്ന പേര് ഞാൻ പറയും. കാരണം മണവാളൻ അറിയാമല്ലോ, പാപ്പരാവാൻ മുമ്പുള്ള ഒരു മണവാളുണ്ട്, ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറഞ്ഞൊരു ഡയലോഗ് അടിക്കുന്ന ഒരു മണവാളുണ്ടല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ളതും ക്യാഷാണ്, എനിക്ക് ആവശ്യത്തിന് അധികമുള്ളതും ക്യാഷാണ് എന്ന് ഡയലോഗ് അടിക്കുന്ന ഒരു മണവാളൻ. കാരണം ലിവർപൂളിന്റെ ഇപ്പോഴത്തെ ട്രാൻസ്ഫർ സിറ്റുവേഷൻ നോക്കിയാൽ അങ്ങനെ തന്നെ. കാരണം ആവശ്യത്തിലധികം ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ലിവർപൂൾ. നല്ല ടോപ്പ് പ്ലേയേഴ്സിനെ തന്നെ സൈൻ ചെയ്യുന്നുണ്ട്, ഇനിയും സൈൻ ചെയ്യും. കാരണം ആവശ്യത്തിനുള്ള റവന്യൂ കഴിഞ്ഞ വർഷം കിട്ടി. പ്രീമിയർ ലീഗ് ജയിച്ച ഇനത്തിലും പുതിയ കിറ്റ് ഡീലിലും മറ്റുള്ള റവന്യൂകളിലും ചാമ്പ്യൻസ് ലീഗിന്റെ യോഗ്യത, ക്വാളിഫിക്കേഷൻ, ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജ്, അങ്ങനത്തെ റവന്യൂവിലൊക്കെ നല്ലൊരു എമൗണ്ട് റൈസ് ചെയ്യാൻ ലിവർപൂളിനെ കൊണ്ട് സാധിച്ചു. അപ്പോൾ പുതിയൊരു വിവരം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ FNV ഗ്രൂപ്പ് ലലിഗ സൈഡായ ഗെറ്റാഫയെ ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്ന രഹസ്യ വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു മണവാളൻ, കോടീശ്വരനായ മണവാളൻ എന്നൊരു ട്രാൻസ്ഫർ സിറ്റുവേഷൻ, ആ ഒരു രസകരമായ ക്യാരക്ടർ കോട്ടയം മാത്രമേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. അല്ലാതെ ഇന്നലെ പറഞ്ഞ കണക്ക് യുണൈറ്റഡിനെ ഞാൻ ഒരിക്കലും തരം താഴ്ത്തി ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയുമില്ല, പറയുകയുമില്ല. അപ്പോൾ നമുക്കിനി ട്രാൻസ്ഫറിലേക്ക് തന്നെ വരാം. ആദ്യമേ തന്നെ ലിവർപൂളിന്റെ കാര്യം തന്നെ പറയാം. ലിവർപൂൾ ഇപ്പം ലൂയിസ് ഡിയാസ് കഴിഞ്ഞ ദിവസം ബയൺ മ്യൂണിക്കിന്റെ പ്ലെയർ ഒഫീഷ്യലായിട്ട് തന്നെ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ലിവർപൂളിന് ഒരു സൈനിങ് അവിടെ അത്യാവശ്യമാണ്, ഒരു വിങ്ങറിനെ എന്തായാലും അത്യാവശ്യമാണ്. നിലവിൽ അലക്സാണ്ടർ ഇസാക്കിനെ സൈൻ ചെയ്യാനാണ് ലിവർപൂൾ പൂർണ്ണമായും നോക്കുന്നത്. പൂർണ്ണമായും അതിനോടാണ് കമ്മിറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. ഈ ആഴ്ച തന്നെ ലിവർപൂൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫർ ചെയ്യുമെന്നാണ് എല്ലാ ജേർണലിസ്റ്റുകളും പറയുന്നത്. ഇപ്പം ഇത്ര ഡിലേ ആവാൻ കാരണം സെസ്കോയുടെ ആ ഡീലിൽ കംപ്ലീറ്റ് ന്യൂകാസൽ യുണൈറ്റഡ് ചെയ്തിരുന്നുവെങ്കിൽ ഇസാക്കിന് വേണ്ടി ലിവർപൂൾ ഒഫീഷ്യലായിട്ട് തന്നെ കടക്കുമായിരുന്നു. ആ ഡീൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ക്ലോസ് ആകുമായിരുന്നു. ഇനിയിപ്പം കഷ്ടിച്ചിനി 1 മാസം അടുപ്പിച്ച് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഉള്ളൂ. അപ്പം ഈ സെസ്കോയുടെ ഡീലിലേക്ക് യുണൈറ്റഡ് കടന്നതോടുകൂടി ആ ഒരു ഡീലും ഡിലേ ആയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അനുസരിച്ച് ക്രിസ്റ്റൽ പാലസിന്റെ CB ഉണ്ടല്ലോ, ആ ഒരു CBക്ക് വേണ്ടി ലിവർപൂൾ മുന്നിട്ട് ഇറങ്ങിയുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. സ്കൈ സ്പോർട്സ് ഒക്കെ അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാർക്ക് ഗേഹി എന്ന് പറയുന്ന ഒരു, അത് ഉച്ചാരണം ശരിയാണോ എന്ന് എനിക്കറിയില്ല, മാർക്ക് ഗേഹി എന്ന് പറയുന്ന ഒരു CB ഉണ്ട് ക്രിസ്റ്റൽ പാലസിന്റെ, ഇംഗ്ലീഷ് ഇന്റർനാഷണൽ. അദ്ദേഹത്തിന് 40 മില്യൺ കൊടുക്കാൻ തയ്യാറാണ് എന്ന വാർത്തകളാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇസാഖ് ഡീലിന് മുമ്പേ നടക്കുമെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു രസകരമായ വാർത്ത എന്ന് വെച്ചാൽ ആർസണൽ സൈൻ ചെയ്യാൻ വെച്ചൊരു ടീനേജർ ഉണ്ടായിരുന്നു, വിൽ റൈറ്റ് എന്ന് പറയുന്ന 17 വയസ്സുള്ള പാൽക്കാരൻ പയ്യൻ.
സാൽഫോർഡ് സിറ്റിയുടെ പ്ലെയർ, അദ്ദേഹത്തിനെ ഇപ്പം ലിവർപൂൾ ഹൈജാക്ക് ചെയ്തുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നത്. ആഴ്സണൽ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് പേഴ്സണൽ ടേമൊക്കെ അംഗീകരിച്ച്, വെർബൽ എഗ്രിമെന്റ് ഒക്കെ അംഗീകരിച്ച ഒരു ടീനേജർ ആയിരുന്നു. അതിനെയാണ് ഇപ്പം ലിവർപൂൾ തൂക്കിയിരിക്കുന്നത്. അതിനൊരു രസകരമായ കോട്ടിലൂടെ പറയുകയാണെങ്കിൽ, മറ്റേ ക്രേസി ഗോപാലിന്റെ ഒരു കോട്ടുണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനിങ്ങെടുത്തു, അതുപോലെയാണ് ഇപ്പൊ ലിവർപൂൾ കാണിച്ചതെന്ന് വേണം പറയാൻ. രസകരമായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, ആരെയും ഹർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പം ലിവർപൂൾ ഒരു ടീനേജറിനെ കൂടെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇസാക്കിന്റെ ഡീല് കഴിയാൻ മുമ്പ് തന്നെ ഒരു CB എന്തായാലും ലിവർപൂൾ സൈൻ ചെയ്യുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. മറ്റൊന്ന് ആർസണലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ആർസണൽ ഓൾറെഡി തന്നെ നല്ല പ്ലേയേഴ്സിനൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. നോർഗാർഡ്, കെപ്പ, മഡ്വയ്ക്ക്, സുബിമെൻഡി, മൊസ്കേറ, അതുപോലെ തന്നെ വേൾഡ് ഡേഞ്ചറസ് സ്ട്രൈക്കർ ആയിട്ടുള്ള ഗോയ്ക്കറസിന്റെ ഡീൽ തന്നെ ഇപ്പൊ ആർസണൽ ഭയങ്കര ഡീലായിട്ടുണ്ട്. കാരണം ആ ഷർട്ട് സെയിലൊക്കെ വമ്പൻ ഇതിനാണ് ഷർട്ട് സെയിലൊക്കെ നടന്നിട്ടുള്ളത്. 14 നമ്പർ ലെജൻഡറി നമ്പറാണ് അദ്ദേഹം അണിയുന്നത്. ഇപ്പം തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആർസണൽ പിന്മാറിയിട്ടില്ല. റോഡ്രിഗോയുമായിട്ട് വളരെയധികം ലിങ്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു തരം ഇസയ്ക്ക് വേണ്ടി ഇപ്പം 68 മില്യൺ ക്രിസ്റ്റൽ പാലസ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് കൊടുക്കാൻ ആർസണൽ കൊണ്ട് കഴിയില്ല, ആ ഒരു പ്രൈസിന് ഇല്ല എന്നാണ് ആർസണൽ പറയുന്നതെന്ന വാർത്തയാണ് കേൾക്കുന്നത്. പക്ഷെ ഇസ 2-3 ആഴ്ച മുമ്പ് നമ്മൾ കേട്ടതാണ് ആ ഒരു ആർസണൽ പ്രോജക്റ്റോടുള്ള താല്പര്യവും ആ പേഴ്സണൽ ടൈമൊക്കെ അംഗീകരിച്ച വാർത്തകളൊക്കെ. പക്ഷെ ക്രിസ്റ്റൽ പാലസിന് 68 മില്യൺ കുറഞ്ഞ ഒരു പൈസ കിട്ടിയാലും വിൽക്കാൻ തയ്യാറല്ല. കാരണം ക്രിസ്റ്റൽ പാലസിന്റെ ലെജൻഡാണ് ആ ഒരു FA കപ്പ് നേടിയ മുതലുള്ള അവരുടെ ടീം മൊത്തം സ്ക്വാഡും FA കപ്പ് നേടിയ സ്ക്വാഡ് മൊത്തം ക്രിസ്റ്റൽ പാലസിന്റെ ലെജൻഡുമാരാണ്. അപ്പൊ ഒരിക്കലും 68 മില്യൺ കുറഞ്ഞുള്ള ആ ഒരു തുകയ്ക്ക് ഒരിക്കലും എസെനെ സെല്ല് ചെയ്യാൻ ക്രിസ്റ്റൽ പാലസിന് താല്പര്യമില്ല എന്നൊരു വാർത്ത ക്രിസ്റ്റൽ പാലസും നൽകിയിട്ടുണ്ട്. അപ്പൊ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. റോഡ്രിഗോയുമായിട്ട് വളരെയധികം ലിങ്ക് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എസെയുമായിട്ടും ലിങ്ക് ആയിട്ടുണ്ട്. മറ്റേ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഗോൾ കീപ്പർ സാഗാണ് നടക്കുന്നത്. ഗോൾ കീപ്പർ സാഗ സിറ്റി ജെയിംസ് ട്രാഫോർഡിനെ 22 വയസ്സുള്ള ട്രാഫോർഡിനെ 5 വർഷത്തെ കരാറിൽ സൈൻ ചെയ്തിട്ടുണ്ട്. 1 നമ്പറാണ് ആശാൻ അണിയുന്നത്. അപ്പൊ നിലയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കേട്ടതാണ് എഡേഴ്സൺ ഗലാറ്റസറയുമായിട്ട് പേഴ്സണൽ ടൈമൊക്കെ അംഗീകരിച്ചു. ഇപ്പൊ നിലവിൽ നോക്കുകയാണെങ്കിൽ എഡേഴ്സൺ സിറ്റിയിൽ തന്നെ തുടരുമെന്ന വാർത്തകൾ കേൾക്കുന്നത്. ഒറ്റയ്ക്ക് പുറത്തു പോകുന്ന വാർത്തകൾ കേൾക്കുന്നത്. മറ്റൊന്ന് റാംസ്ഡലിനെ ന്യൂകാസിൽ യുണൈറ്റഡ് സൈൻ ചെയ്തിട്ടുണ്ട്. 1 വർഷത്തെ ലോൺ അടിസ്ഥാനത്തിലാണ് സൈൻ ചെയ്തത്. പിന്നെ ഒരു ബൈബാക്ക് ക്ലോസും കൂടെ ഉണ്ട്. സതാംപ്ടന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചത്. സതാംപ്ടൻ ഇപ്പൊ റിലേഗേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പം ന്യൂകാസിൽ യുണൈറ്റഡ് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിക് പോപ്പ് ഇതേപോലെ ന്യൂകാസിൽ യുണൈറ്റഡ് വിട്ടു പോകാനും ചാൻസ് ഉണ്ട് എന്ന വാർത്തകളാണ് കേൾക്കുന്നത്. 33 വയസ്സാണ് അദ്ദേഹത്തിന്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ എമിലിയാനോ മാർട്ടിനസുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേരത്തെ ലിങ്ക് ആയിരുന്നു. ഇപ്പോൾ ഒരു ലോൺ അടിസ്ഥാനത്തിലുള്ള ഒരു നീക്കം നോക്കി, പക്ഷെ അത് പരാജയപ്പെട്ടു. എമിലിയാനോ മാർട്ടിനസിന് വേണ്ടി ആസ്റ്റൺ വില്ല 40 മില്യൺ അടക്കുന്ന ഒരു പാക്കേജാണ് കേൾക്കുന്നത്. പക്ഷെ അതിനൊത്ത മൂല്യം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പറയുന്നത്. അതുപോലെ തന്നെ ലാമൻസ് എന്ന് പറയുന്ന ഒരു യങ് ആയിട്ടുള്ള ടീനേജറുമായിട്ട് ലിങ്ക് ആയിരുന്നു. ഇപ്പം കേൾക്കുന്നത് ഡൊണ്ണുറാമ PSG-യുമായിട്ട് 2026 വരെയാണ് അദ്ദേഹത്തിന് കരാറുള്ളത്. പക്ഷെ കരാർ എക്സ്റ്റെൻഡ് ചെയ്യാൻ അദ്ദേഹം വിസമ്മതിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പം അദ്ദേഹം ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2 ക്ലബ്ബുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. ഒന്ന് സിറ്റിയുമായിട്ടും യുണൈറ്റഡുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്, മറ്റൊന്ന് ഗലാറ്റസറയുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ ആ ഒരു കാര്യം അറിയാൻ സാധിക്കും. ഇപ്പം ഡൊണ്ണുറാമയ്ക്ക് ഇപ്പം PSG തന്നെ തുടരുമോ, അത് മറ്റേതെങ്കിലും ക്ലബ്ബുകളിൽ പോകുമോ, അത് മറ്റേതെങ്കിലും ക്ലബ്ബ് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൊണ്ണുറാമ ഒരു ചില്ലറ ആളല്ല. കാരണം ഇപ്പം വേൾഡിൽ തന്നെ നോക്കിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പേഴ്സ്മാരിൽ ഒരാളാണ് ഡൊണ്ണുറാമ. അപ്പൊ നല്ലൊരു എമൗണ്ട് തന്നെ കൊടുക്കേണ്ടി വരും. അടുത്ത വർഷം ഫ്രീ ഏജന്റ് ആണ്. അപ്പൊ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഒന്നാന ഇതേപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടു പോകാനുള്ള ചാൻസ് ഏറി വരുന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സമ്മർ വിടാനുള്ള ചാൻസ് ഉണ്ടെന്ന വാർത്തകളാണ് കേൾക്കുന്നത്. അത് എത്ര സത്യസന്ധമാണെന്ന് അറിയില്ല. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചില ട്രാൻസ്ഫേഴ്സ് ആകാം, അത് വളരെ ഗോൾ കീപ്പേഴ്സ് ആകാം, വളരെയധികം ഹൈ ലെവലിലാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് കേൾക്കുന്നത്. വരും ദിവസങ്ങൾ അറിയാൻ പറ്റും ആരൊക്കെ എങ്ങോട്ടൊക്കെ പോകുമെന്ന്. അപ്പം പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. നമസ്കാരം.